നിന്റെ തന്തയാണെന്ന് എനിക്ക് ഞാൻ കേട്ടിട്ടില്ല. ഇതിനേക്ക് അപേക്ഷിച്ച് കൂലീസ് എന്ത് ഡീലർ എന്ന് പറയുന്നത് നിങ്ങളുടെ പിതാവാണെന്ന് ചിലപ്പോൾ എനിക്ക് പറയേണ്ടി വരും. ഡീലർ നിങ്ങളുടെ പിതാവാണെന്ന് എനിക്ക് പറയേണ്ടി വരും. എന്താണ് ഡീലർ എന്നെ വിളിച്ചാൽ ഡീലർ നിങ്ങളുടെ പിതാവാണെന്ന് ഞാൻ പറയും. നിന്റെ തന്തയാണെന്ന് എനിക്ക് നിന്റെ പറങ്ങാണ്ടി മോന്തെ അടിച്ച് പൊളിച്ചളെ അറിയാം നിനക്ക്. ഓ നീ മൊത്തമായി പ്രോസറിന്റെ സംസ്കാരം അതാ. അതാണ് നിങ്ങളുടെ സംസ്കാരം. നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാണ്ട് തന്തയുടെ തന്തയും നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാണ്ട് പ്രൊഫസറുടെ വാചകമായി കേൾക്കുന്നത്. നിങ്ങളുടെ പ്രൊഫസർ പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. എന്തോ ഷേവോ സേവ് കേരള ഫോറം. ചിരിക്കണം എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ എന്ന് പറയുന്ന സംഘടനയുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ഈ KM ഷാജഹാന്റെ ചരിത്രം ഞാൻ അങ്ങോട്ട് വിളമ്പാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്ത് തന്നെ കാര്യവട്ടത്തെ ഒരു അധ്യാപകന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതേ ഇടത് സംഘടനയിലെ ആളാണ്. അല്ല നിങ്ങൾ വിഷയത്തെ കുറിച്ച് പറ. എന്തോ ഒരു കോനിഷ്ടുണ്ടല്ലോ. അതെ അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങളുടെ ചരിത്രം വേണം ഞാനും പറയാം. സംവാദത്തിന്റെ വിഷയം പറയൂ. വിഷയം പറയല്ലോ. അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങളുടെ ചരിത്രം ഞാനും പറയാം. ആ ചരിത്രം പറയാനല്ല ഞാൻ ഇവിടെ വന്നത്. ഞാൻ രാഷ്ട്രീയം പറയാനാ വന്നത്. രാഷ്ട്രീയം പറഞ്ഞില്ലേ ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് ആയിട്ട് നടക്കുന്ന അത് നിങ്ങളുടെ പരിപാടി. കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ചു. നിങ്ങൾ ഞാൻ ചോദിച്ച രാഷ്ട്രീയത്തിന് മറുപടി പറ. താങ്കളുടെ ജയരാജൻ പോയി ചർച്ച നടത്തി എന്തിനാണ് നിങ്ങൾ എന്റെ ചരിത്രം കൊണ്ട് കള നിങ്ങൾക്കത്തില്ല. നിങ്ങളുടെ ചരിത്രം അതിനേക്കാൾ മലീമസമാണ്. ഞാനത് പറയാൻ വരുന്നില്ല. ഏതെല്ലാം രീതിയിൽ അല്ല നിങ്ങളിവിടെ ഞാൻ ചോദിച്ച രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി പറ. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ഞാൻ കൊണ്ടിട്ട് സമയമില്ല, 1 മണിക്കൂറേ ഉള്ളൂ സംവാദത്തിന്. മറുപടി പറയാൻ മറുപടി അർഹിക്കുന്ന ആൾക്ക് മറുപടി അല്ല മറുപടി അർഹിക്കുന്നു. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ച് നിങ്ങളുടെ മക്കളെ കുറിച്ചും പറയാനല്ല ഞാനിവിടെ വന്നത്. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ വന്നത് രാഷ്ട്രീയം പറയാനാ. നിങ്ങൾക്ക് പറയുന്നത് രാഷ്ട്രീയം പറ. നിങ്ങൾ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോവാം. പ്ലീസ് ഡോക്ടർ ജയരാജ് സഹകരിക്കുക പ്ലീസ്. ബാക്കി എല്ലാരെയും കുറിച്ച് പറയാൻ തങ്ങളെ കുറിച്ച് പറയുമ്പം പൊള്ളുന്നോ? ഓ വലിയൊരു മാന്യൻ കള്ളക്കണക്കുണ്ടാക്കി കാശ് തട്ടുന്ന തന്റെ കീർവാണമൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ നിങ്ങളെ കുറിച്ച് പറയാൻ വേണമെങ്കിൽ നിങ്ങളുടെ ചരിത്രം എത്ര മലീമസാണെന്നാണ് ഞാൻ പറയാം. പൊള്ളാനൊന്നുമില്ല ജയരാജ, ഒരു പൊള്ളലുമില്ല. നിങ്ങളുടെ അടുത്തൊക്കെ വന്നിരുന്ന് പൊള്ളുന്നതിന്റെ കാര്യം എന്താ? നിങ്ങളുടെ അടുത്തല്ല, നിങ്ങളുടെ ഏറ്റവും വലിയ പിണറായി വിജയന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്ന ആളാ ഞാൻ. പിന്നെ നിങ്ങളാരാ എന്റെ മുമ്പിൽ? പക്ഷെ ഞാൻ വ്യക്തിപരം പറയാനല്ല വന്ന്, രാഷ്ട്രീയം പറയാനാ വന്ന്. രാഷ്ട്രീയത്തിൽ എന്നോട് ഫൈറ്റ് ചെയ്യും പ്ലീസ്. നമുക്ക് ഈ വിഷയത്തിലൂന്നി സംസാരിക്കാം. ഇതിന്റെ രീതി അങ്ങനെയാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചർച്ചയിൽ വന്നിരുന്നുണ്ട് പ്രൊഫസർ ആണല്ലോ നിങ്ങൾ. എന്നെ ആക്ഷേപിച്ചിട്ട് പോയ പ്രൊഫസർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ലെക്ചർ എന്നാണ് വിളിക്കേണ്ടത്. നിങ്ങൾ പ്രൊഫസർ അല്ലേ? എന്നെ അഡ്വക്കേറ്റ് എന്ന് വിളിക്കുമ്പോൾ എനിക്ക് അത് അഭിമാനകരമാണ്. നിങ്ങളെ പ്രൊഫസർ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര നാണക്കേട്. ഞാൻ അഡ്വക്കേറ്റ് തന്നെ വിളിച്ചോ, എനിക്കത് അഭിമാനമേ ഉള്ളൂ. നിങ്ങൾ രാഷ്ട്രീയം പറ. നിങ്ങൾ രാഷ്ട്രീയം പറ. കച്ചേരി നടത്തിയതും എനിക്കറിയാം. ഇതൊരു നടക്ക് പോണ മാതിരി. മറുപടി പ്ലീസ്. ഡോക്ടർ ജയരാജ് പ്ലീസ് കം ടു ദ പോയിന്റ് പ്ലീസ്. എനിക്ക് ഭാഗവതരെന്ന് വിളിച്ചൂടെ? വിളിച്ചോ. എനിക്ക് അഭിമാനം അത്. നിങ്ങൾ പ്രൊഫസറെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേട്. ഇവര് യാതൊരു നേരം നോക്കിയാലും അലുവൻ നെത്തോലി പീരാൻ പോലെയാണ്. നിങ്ങൾ എന്നെ ഭാഗവതരെ വിളിച്ചാൽ എനിക്കത് അഭിമാനമാണ്. കാരണം ഞാൻ ശാസ്ത്രീയ സംഗീത കച്ചേരി നടത്തിയവനാണ്. അതുകൊണ്ടാണ് എന്നെ ഭാഗവതരെ. ഞാനെന്താ നാണം കെടുന്നത്? നിങ്ങളെ പ്രൊഫസറെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് നാണക്കേടാവുന്നത് നിങ്ങളുടെ പ്രൊഫസർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നാണക്കേടാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയം പറ, സമയം കളയാതെ. ഡീലർ എന്ന് പറയുന്നത് നിങ്ങളുടെ പിതാവാന്ന് ചിലപ്പോൾ എനിക്ക് പറയേണ്ടി വരും. നിങ്ങളുടെ പിതാവാണെന്ന് പറയേണ്ടി വരും. ഡീലർ എന്ന് പറഞ്ഞാൽ ഡീലർ നിങ്ങളുടെ പിതാവാണെന്ന് എനിക്ക് പറയേണ്ടി വരും. എന്താണ് ഡീലർ എന്നെ വിളിച്ചാൽ ഡീലർ നിങ്ങളുടെ പിതാവാണെന്ന് ഞാൻ പറയും. നിന്റെ തന്തയാണെന്ന് എനിക്ക് കിട്ടിയാ ഇല്ല ചോദിച്ചു. പ്രൊഫസറുടെ സംസ്കാരം അതാ. അതാണ് നിങ്ങളുടെ സംസ്കാരം. നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാണ്ട് തന്തയുടെ തന്തയും
നിങ്ങൾക്ക് രാഷ്ട്രീയം പറയേണ്ട പ്രൊഫസറുടെ വാചകമായി ഒന്നും വേണ്ടായിരുന്നു വെറുതെ തെറി ഒരു മടിയില്ല. നിങ്ങളുടെ പ്രൊഫസർ പഠിച്ചോളേണ്ട. പ്ലീസ് ഒരു മിനിറ്റ് ഡീലറിനൊന്നും വിളിച്ചൊന്നും നിങ്ങൾ പോകണ്ട. അത്തരം പരാമർശങ്ങളൊന്നും വേണ്ട. നടക്കില്ല. പ്ലീസ് മതി നിങ്ങൾ രാഷ്ട്രീയം പറ. 1,00,000 റുപ്യ പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല. യെസ് നിങ്ങൾ രാഷ്ട്രീയം പറയുക. അതിന്റെ അപ്പുറം നിങ്ങൾക്ക് രാഷ്ട്രീയം പറയണേ നിങ്ങൾ രാഷ്ട്രീയം പറ. സൂക്ഷിച്ച് സംസാരിക്കണം. എന്താ സൂക്ഷിച്ച്? നിങ്ങൾ ആരാ? നിങ്ങൾ ആരെയാ വരട്ടുന്നത്? അയ്യോ ഇത് അസംബ്ലിയേക്കാൾ മോശമായില്ല. ഷാജഹാൻ നിങ്ങൾ ആരെയാ വരട്ടുന്നത്? ഞാൻ അവരാളും വരട്ടുണ്ട. വരട്ട് കയ്യിൽ വെച്ചാൽ മതി. അങ്ങനെയുള്ള പദപ്രയോഗങ്ങളിൽ എന്തിനാ ഒരു വൃത്തികെട്ട ഡീലറിന് വിളിക്കുന്നതിന്റെ പിതാവിനെ വിളിച്ചാൽ മതി. പോയി എന്നെ ഡീലറിന് കൊള്ളത്തില്ല. വിളിക്കാനാണ്. താങ്കൾ വെറും അന്തസ്സായി സംസാരിക്കുക. വെറും കൂതറ. അത് അന്തസ്സായി സംസാരിക്കുക. ഡോക്ടർ ജയരാജ് രാഷ്ട്രീയം പറ. താങ്കളുടെ വിദ്യാർത്ഥികൾ അടക്കം കാണുന്ന ഒരു ചർച്ചയാണ്, അത് മറക്കരുത് പ്ലീസ്. പിന്നെ താങ്കൾ പിതാവ് എന്നൊക്കെ പറയുന്നത് പ്ലീസ് അല്ല, ഡീലർ എന്നുള്ള പ്രയോഗം വേണ്ട പ്ലീസ്. ഡീലറിന് വിളിച്ചാൽ ഇനിയും പറയും. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഡീലറിന് വിളിച്ചാൽ ഇനിയും പറയും. നിങ്ങളൊരു പ്രൊഫസറല്ലേ, നിങ്ങളെ ഞാൻ ഡീലറിന് വിളിച്ചോ? ശരി, വിളിച്ചില്ലല്ലോ. മാന്യമായി രാഷ്ട്രീയം പറ. രാഷ്ട്രീയം പറ മാന്യമായി. അയാൾ ഉന്നയിച്ചു, അയാൾ പറഞ്ഞ പിതാവിന് പറയേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ഡീലറിന് വിളിച്ചാൽ ഇനിയും പിതാവെന്ന് പറയും.